ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. ഈ വീഡിയോയും റീറ്റെയിലേഴ്സിനെ സഹായിക്കാനുള്ള വീഡിയോ ആണ്. ഒരുപാട് റീറ്റെയിലേഴ്സ് ട്രാപ്പിലായി പോകുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രാപ്പിലായി പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവർക്ക് അതിൽ നിന്ന് എങ്ങനെ കരകയറാം, അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ചില സീക്രട്ടുകളുണ്ട്. ഈ സീക്രട്ടുകൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ മീഡിയ, നിങ്ങൾ കാണുന്ന ഒരു ന്യൂസ് ചാനലും നിങ്ങളോട് പറഞ്ഞു തരില്ല. ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് ചെയ്തിരുന്നു. കാണാത്തവർ ജസ്റ്റ് കഴിഞ്ഞ ആഴ്ചയാണ് ചെയ്തത്, 3-4 ദിവസമായാലും തോന്നുന്നു, ഒന്ന് പോയി കാണുക. അതിൽ പറയാത്ത ചില രഹസ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇത് സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചാൽ പോലും നിങ്ങൾക്ക് ലോസ് ഉണ്ടാവില്ല. നമുക്ക് നമ്മുടെ കോർ ടോപ്പിക്കിലേക്ക് വരാം. ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ, ഒന്ന് സ്റ്റോക്ക് മാർക്കറ്റ് ഹാക്സ് ഹിഡൻ സീക്രട്ട്. സ്റ്റോക്ക് മാർക്കറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രഹസ്യമാണ് നിങ്ങളിന്ന് പഠിക്കാൻ പോകുന്നത്. ഒന്നല്ല, ഒന്നിൽ കൂടുതലുണ്ടാകും. അതിൽ പ്രധാനപ്പെട്ടതെന്ന് പറയാവുന്ന ഒരു രഹസ്യമുണ്ട്. അടുത്തത്, പോർട്ട്ഫോളിയോ നഷ്ടത്തിലാണോ, ഊരാനുള്ള വഴി. ഊരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നഷ്ടത്തിൽ നിന്ന് നമുക്ക് തിരിച്ചു കയറണ്ടേ, അപ്പോൾ അതിനുള്ള വഴിയാണ് ഇതിൽ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. ബുക്കും പേനയും പേപ്പറും ഒക്കെ എടുത്ത് വെച്ച് കേൾക്കണം. എന്തായാലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് റിലീസ് ചെയ്യാൻ പറ്റും. ഇതിന് ഞാൻ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന പേര് പോർട്ട്ഫോളിയോ റീബാലൻസിങ് എന്നാണ്. അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വിശദമായിട്ടൊന്നും കൂടെ പറഞ്ഞു തരാൻ പോവുകയാണ്. അടുത്തത്, സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ലാഭം മാത്രം ഉണ്ടാക്കാനുള്ള വഴി. അപ്പം 3 കോർ ടോപ്പിക്കുകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. നമ്മുടെ യൂട്യൂബ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സ്ക്രീനിൽ കാണുന്ന QR കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ മാർക്കറ്റ് മാഗ്നറ്റ് ഒരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ഫേമാണ്. അവരുടെ ഫ്രീ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അസറ്റ് പ്ലസിലും ഏഞ്ചൽ വണ്ണിലും അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവയുടെ QR കോഡ് സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട്. അത് സ്കാൻ ചെയ്തിട്ട് അക്കൗണ്ട് എടുക്കാൻ സാധിക്കും. ഇങ്ങനെ അക്കൗണ്ട് എടുത്തിട്ടുള്ള നമ്മുടെ ക്ലയൻസിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞാനൊരു രജിസ്റ്റേർഡ് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറാണ്. നമ്മുടെ ക്ലയൻസിന് മ്യൂച്വൽ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്നോട് സംസാരിക്കാവുന്നതാണ്. അങ്ങനെ ഉചിതമായ ഡിസിഷൻ എടുക്കാനായിട്ട് നിങ്ങളെ എനിക്ക് സഹായിക്കാനായിട്ട് സാധിക്കും. മ്യൂച്വൽ ഫണ്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യാനുള്ളവർ അസറ്റ് പ്ലസിൽ അക്കൗണ്ട് എടുത്താൽ മതി. കാരണം അവിടെ ബ്രോക്കറേജോ AMC ചാർജോ ഒന്നുമില്ല. അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. എന്നാൽ സ്റ്റോക്കിലും ETF-ലും മ്യൂച്വൽ ഫണ്ടിലും ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഏഞ്ചൽ വണ്ണിൽ അക്കൗണ്ട് എടുക്കാവുന്നതാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ ബൈയിങ് മാത്രമല്ല ഉള്ളത്, സെല്ലിംഗ് ഉണ്ട്. ഇക്വിറ്റിയിൽ ഇൻട്രാഡേ ഒഴിച്ച് നമുക്ക് സെല്ല് ചെയ്യാനായിട്ട് ഒരു ഓപ്ഷനും ഇല്ല. റീറ്റെയിലേഴ്സ് സെല്ല് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ചെയ്ത പണിയാണ് ലോട്ട് സൈസ് കൂട്ടുക, മാർജിൻ കൂട്ടുക എന്നൊക്കെ. മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്ക് തോന്നും അത് റീറ്റെയിലേഴ്സിനെ സഹായിക്കാൻ വേണ്ടിയാണ് എന്ന്. എന്നാൽ കാര്യങ്ങളുടെ കിടപ്പ് അങ്ങനെയല്ല. റീറ്റെയിലേഴ്സിൻ്റെ അമിതമായ ഒഴുക്ക് തടയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കറിയാം അല്ലേ, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനിൽ, ഫ്യൂച്ചർ നിൽക്കട്ടെ, ഓപ്ഷനിൽ റീറ്റെയിലേഴ്സിൻ്റെ തല്ലാണ്. അപ്പോൾ ഇതിലെ മെജോറിറ്റി ആൾക്കാർ ലോസാണ് ഉണ്ടാക്കുന്നുള്ള ഒരു സത്യമാണ് എന്ന് തോന്നുന്നു. ഇവർ വെളിപ്പെടുത്തുന്ന കണക്കുകളെ നമുക്കറിയുള്ളൂ. എന്തായാലും ഇവരുടെ ഒരു ഇത് കുറയ്ക്കുക. എല്ലാ കാര്യത്തിലും ഗവൺമെൻറ് സാധാരണക്കാരെ സഹായിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിത്യോപയോഗ സാധനങ്ങളുടെ നികുതിയും കാര്യങ്ങളൊക്കെ കുറച്ചും ഒരുപാട് രീതിയിൽ സഹായിച്ചുകൂടെ? കുറേ തൊഴിൽ കൊടുത്തും. തൊഴിലൊന്നും ഇല്ല, ഇൻഫ്ലേഷനൊക്കെ കയറി വരികയാണ്. പൈസക്കാരൻ എപ്പോഴും പൈസക്കാരനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അല്ലേ? പാവപ്പെട്ടവൻ അതിലും പാവപ്പെട്ടവനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതല്ലേ രാജ്യത്തിൻ്റെ അവസ്ഥ? എന്തായാലും ഗവൺമെൻറ് സഹായിക്കാനാണോ അല്ലോ ഒന്നും അറിയത്തില്ല. എനിക്കങ്ങനെ തോന്നുന്നില്ല. അത് ഞാൻ തുറന്ന് പറഞ്ഞു എന്ന് മാത്രം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. ശരിക്കും നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഭരിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്, റീറ്റെയിലേഴ്സ് അല്ല. അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സഹായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് ട്രേഡിംഗ് അവസരങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വലിയ രീതിയിൽ ട്രേഡ് ചെയ്യും. അവരുടെ ഓരോ ട്രേഡിനും ഒരു 100 കൂട്ടം ടാക്സുകളുണ്ടല്ലേ. അവരുടെ നമ്മുടെ എല്ലാ ട്രേഡുകൾക്കും ഉണ്ട്. സ്റ്റാമ്പ് ഡ്യൂട്ടി, STT, GST, ഇങ്ങനെ പോകുന്നു. കോടിക്കണക്കിന് റവന്യൂ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മാർഗ്ഗമാണ് ട്രേഡിങ് ഗവൺമെൻറ്റിന് കേട്ടോ. ഇതൊരിക്കലും ഗവൺമെൻറ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കില്ല. എന്തായാലും ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞ് കാട് കയറുന്നില്ല. ഒന്നാമത്തെ പാർട്ടിലേക്ക് ഡയറക്റ്റ് കിടക്കുകയാണ്. സ്റ്റോക്ക് മാർക്കറ്റ് ഹാക്ക് ഹിഡൻ സീക്രട്ട്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഡേറ്റ ഉണ്ടല്ലോ, വളരെ പ്രധാനപ്പെട്ട ഡേറ്റയാണ്. കഴിഞ്ഞ 20 വർഷത്തെ നിഫ്റ്റി 50യുടെ ഇയർലി റിട്ടേൺ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ആനുവൽ ചേഞ്ച് എന്നിവിടെ കാണാൻ പറ്റും. പേഴ്സൻറ്റേജ് വൈസിലാണുള്ളത്. ക്ലോസിംഗ് പ്രൈസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. വർഷം ഇവിടെ കാണാൻ പറ്റും. 2004 മുതൽ 2023 വരെയുള്ള റിട്ടേൺ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 2024 ഇപ്പോൾ അവസാനിക്കാൻ പോവാണ്. ഇതുവരെയുള്ള റിട്ടേൺ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 18-19% ആണല്ലേ. നിഫ്റ്റിയുടെ 30% വരെ കയറിയായിരുന്നു.
എന്നിട്ട് ഇപ്പോഴത്തെ ഒരു റിട്ടേൺ ഒരു 18-19 ആ റേഞ്ചിലാണ് നിൽക്കുന്നത് 2024. അപ്പോൾ ഏതാനും ഒരു ട്രേഡിംഗ് ദിവസം കൂടി ഉണ്ടല്ലേ, 4-5 ട്രേഡിംഗ് ദിവസം കൂടിയുണ്ട്. അത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഇത് 20 വർഷത്തെ റിട്ടേൺ ഉണ്ട്. ഇനിയിപ്പോൾ 21 വർഷം വേണേൽ കൂട്ടാം. 2024 പോസിറ്റീവാണ്. അപ്പം 21 വർഷം വേണമെങ്കിൽ നമുക്ക് കൂട്ടാം. ഇതിൽ എത്ര വർഷമാണ് നെഗറ്റീവ് റിട്ടേൺ തന്നിട്ടുള്ളത് നോക്കൂ. അത് നോക്കൂ. ഒന്ന് 2008 ഏറ്റവും വലിയ, ലോകം കണ്ട ഏറ്റവും വലിയ കറക്ഷൻ അല്ലേ, മൊത്തത്തിലൊരു കറക്ഷൻ ഉണ്ടായിട്ടുണ്ട് 2008. അപ്പം നിഫ്റ്റിയുടെ കറക്ഷനും അത് റിക്കവർ ചെയ്യാനെടുത്ത സമയവും അതിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരതൊക്കെ കാണുക. നല്ലൊരു ഗ്രാഹ്യം കിട്ടും ഇതിനെ പറ്റിയിട്ട്. അപ്പോൾ ആ ഒരു കറക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 52% കറക്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതാണ് ഏറ്റവും വലിയ കറക്ഷൻ. എന്നാൽ 2011 മറ്റൊരു കറക്ഷൻ സംഭവിച്ചു നിഫ്റ്റിയിൽ 24.62. അപ്പോൾ 25% കറക്ഷൻ എവിടെ സംഭവിച്ചു? 2011 നിഫ്റ്റിയിൽ സംഭവിച്ചു. പിന്നെ 2015 നിഫ്റ്റിയിൽ സംഭവിച്ചത് കറക്ഷൻ എന്നല്ല പറയുക, ഇയർലി റിട്ടേൺ ആണ് കേട്ടോ. അതായത് ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള സമയമില്ലേ. അപ്പോൾ ജനുവരിയിൽ നിഫ്റ്റി ഒരു പ്രൈസിലായിരുന്നു, 2000-ലായിരുന്നു. ഇത് പഴയ ഡാറ്റ വെച്ചിട്ട് കേട്ടോ പറഞ്ഞു, 2000-ലായിരുന്നു. ഡിസംബറിൽ അത് 2080 എത്തി. ചുമ്മാ പറയുന്നതാണ്, ഇത് ശരിക്കും ജനുവരിയിൽ 2000 ആയിരുന്നില്ല കേട്ടോ. അപ്പോൾ 2000-2080 ആണ് ക്ലോസ് ചെയ്തത്. ഡിസംബർ 31 ക്ലോസ് ചെയ്ത്. ജനുവരി 1 2000 ആയിരുന്നു. നമുക്ക് മൊത്തം ഒന്ന് മായ്ക്കാം. ഓൾറെഡി ഞാൻ മായ്ച്ചു. അപ്പോൾ ഈ 2000-ൽ നിന്ന് 2080-ലെത്തി അല്ലേ, 80 രൂപയുടെ ഗെയിന് അല്ലെങ്കിൽ 80 പോയിൻറ്റിൻ്റെ ഗെയിന്. ഇതിൻ്റെ പേഴ്സൻറ്റേജ് എന്ന് വെച്ചാൽ ഏകദേശം എത്രയാണ്? 4%. അപ്പം നമുക്ക് പറയാം ആ വർഷം മാർക്കറ്റ് 4% റിട്ടേൺ തന്നു, ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ. ക്ലിയർ ആയല്ലോ? ഇത് ആ ഡേറ്റയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് വലിയ കറക്ഷൻസ് സംഭവിച്ചിട്ടുണ്ട്, ചെറിയ കറക്ഷൻസ് സംഭവിച്ചിട്ടുണ്ട്, അതൊക്കെയുണ്ട്. അപ്പോൾ 2004 മാർക്കറ്റ് തന്നേക്കുന്ന റിട്ടേൺ 10.68%, 2005 36.34%, 2006 39.83%, 2007 54.77%, 2008 ഹ്യൂജ് ഡൗൺ, അതായത് 52% ഡൗൺ. എന്നാൽ 2006 ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് നഷ്ടമൊന്നുമില്ല. 2008 അദ്ദേഹത്തിന് നഷ്ടമൊന്നുമില്ല. കാരണം 54% ഗെയിൻ 2007 തന്നിട്ടുണ്ട്, എന്നിട്ട് 52% താന്നിട്ടുണ്ട്. സോ 2007 ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കും, അതായത് ജനുവരി 1 കേട്ടോ, ജനുവരി 1 കണക്കനുസരിച്ചാണ് നമ്മൾ പറയുക. അപ്പോൾ ജനുവരി മാസം എന്ന് കൂട്ടാം. അന്നേരം ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് 2008 നഷ്ടമൊന്നുമില്ല. മറിച്ച് അയാൾക്ക് ഏകദേശം ഒരു 2% ലാഭമാണ് അയാൾക്ക് ഉണ്ടായിട്ടുള്ളത്. 2% വളരെ കുറവാണ്. എനിവേ അയാൾക്ക് നഷ്ടമില്ല എന്ന് മനസ്സിലാക്കുക. 2006 ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് ഏകദേശം 40% ലാഭം ആ വർഷം ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ 2008 വരെ 2 വർഷം ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ ലാഭമാണെന്ന് പറയുന്നില്ല, കാരണം ഓരോരുത്തരുടെ പോർട്ട്ഫോളിയോ ഓരോ രീതിയിലാണ്. എന്നാൽ ഇത് ലാഭമാക്കാനുള്ള വഴിയുണ്ട്, അതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ അവിടെ ഒരു പിക്ചർ കിട്ടിയില്ല. ഇവിടെ വലിയ ഡ്രോപ്പ് ഉണ്ടെങ്കിലും നേരത്തെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് അവരുടെ പോർട്ട്ഫോളിയോയിൽ കുറവുണ്ടായെങ്കിലും അല്ലെങ്കിൽ കുറവുണ്ടാവുമെങ്കിലും അവർക്ക് അവിടെ നഷ്ടമില്ല. ഇനി നോക്കൂ, 2009 75% റിട്ടേൺ, 75 അല്ലേ 76% റിട്ടേൺ ആണ് 2009 കേട്ടോ, 2009 കിട്ടിയേക്കുന്നത്. 2008 52% ലോസ്, 2009 76% പ്രോഫിറ്റ്. ഇവിടെ ഒരു ചെറിയ സംഭവം ഉണ്ടല്ലേ. 2008 മാർക്കറ്റ് പോയിരിക്കുന്ന ലോ ലെവലുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്കുള്ള പ്രോഫിറ്റ് എത്രയായിരിക്കും? അതായത് ജനുവരിയിൽ ഒരു പ്രൈസ് കൂട്ടുക. നമുക്ക് വീണ്ടും ഒന്ന് മായ്ക്കാം. 2008 ജാനുവരി. ഞാൻ ഗ്രാഫ് എടുക്കുന്നില്ല, ഗ്രാഫ് എടുത്ത് നിങ്ങൾ വേണേൽ നോക്കിക്കോളൂ. നമുക്ക് എക്സാക്റ്റ് ഫിഗറിന് അത്ര വലിയ പ്രാധാന്യമില്ല. ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞത് മുന്നോട്ട് നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് 2008 ജനുവരിയിൽ ചുമ്മാ ഞാനൊരു ഫിഗർ ഇടുകയാണ് കേട്ടോ. മാർക്കറ്റ് 3000-ലായിരുന്നു എന്ന് വിചാരിക്കുക. മാർക്കറ്റിൽ കറക്ഷൻസ് കാര്യങ്ങൾ ഇങ്ങനെ വന്ന് ഈ സാധനം 1500-ലെത്തി എന്ന് വിചാരിക്കുക. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന 1500-ൽ ഇൻവെസ്റ്റ് ചെയ്തു, 2000-ൽ ഇൻവെസ്റ്റ് ചെയ്തു, 2500-ൽ ഇൻവെസ്റ്റ് ചെയ്തു. ഇങ്ങനെ താഴേക്ക് വരുമ്പോൾ കാരണം ജാനുവരി ആണ് നമ്മുടെ ബെഞ്ച് മാർക്ക്. ജാനുവരി 1 ഉള്ള ആ ഫിഗറാണ് നമ്മുടെ ബെഞ്ച് മാർക്ക്. അത് വെച്ചിട്ടാണ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ജനുവരി 1 3000 ആണെങ്കിൽ അതിൻ്റെ താഴേക്ക് മാർക്കറ്റ് പോകുമ്പോഴൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾ
അയാൾ 1500 ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. പിന്നീട് 2009 ഇത് 5201 മാർക്കറ്റ് പോകുന്നുണ്ട്. അത് ക്ലോസിംഗ് പ്രൈസാണ്. ഓക്കെ, സാരമില്ല, നമുക്കത് തന്നെ എടുക്കാം, 5200 എടുക്കാം. ഈ 1500 ഇൻവെസ്റ്റ് ചെയ്ത ആളുടെ റിട്ടേൺ എത്രയാണ്? 1500 ഡബിൾ 3000. അതായത് മാർക്കറ്റ് ഹൈ എത്തുമ്പോൾ അയാളുടെ ക്യാഷ് ഡബിളായി, ഇരട്ടിച്ചു. പിന്നെ 3 ഇരട്ടി എന്ന് പറയുന്നത്, അതായത് ട്രിപ്പിൾ ആകുന്നത് 4500 എത്തുമ്പം അത് 3 ടൈംസ് ആയി. ഇപ്പോൾ 1 ലക്ഷം രൂപ ഇട്ടയാൾക്ക് 3 ലക്ഷമായി. ഇത് 5200 വീണ്ടും 700 പോയിൻറ്റ് ഉയരത്തിലേക്ക് പോയി. ഇപ്പോൾ ഈ 700 പോയിൻറ്റ് ഈ 1500 വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു 50% അപ്പോൾ നമുക്ക് 3.5 ഇരട്ടി എന്ന് പറയാം അല്ലേ, 3.5 ഇരട്ടി എന്ന് പറയും. ഈ 3.5 ഇരട്ടി അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്നത് 350% മാർക്കറ്റിനെ ബീറ്റ് ചെയ്തിട്ട് റിട്ടേൺ നേടാനായിട്ട് ഇൻവെസ്റ്റേഴ്സിന് ഇതുപോലുള്ള ഡിപ്പുകൾ സഹായിച്ചു. ഏതാണ് ബെഞ്ച് മാർക്കായിട്ട് എടുക്കേണ്ടത്? നിഫ്റ്റി 50 ആണ് ബെഞ്ച് മാർക്ക്. നമ്മളിവിടെ നിഫ്റ്റി 50 ആണ് അനലൈസ് ചെയ്യുന്നത്. നിഫ്റ്റി 50 ആണ് ബെഞ്ച് മാർക്ക്. അതുപോലെ തന്നെ നമ്മൾ നോക്കുന്ന പോയിൻ്റ്, ഏത് പോയിൻ്റ് താഴെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ജനുവരി 1 പ്രൈസ് എത്രയോ, ക്ലോസിംഗ് പ്രൈസ് കേട്ടോ, ജനുവരി 1 ക്ലോസിംഗ് പ്രൈസ് മാർക്കറ്റിന് എത്രയോ, അതിൻ്റെ താഴേക്ക് പോകുന്നതൊക്കെ നമുക്ക് ഹ്യൂജ് ഡിസ്കൗണ്ടാണ്. അതിൻ്റെ താഴേക്ക് പോകുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണം. പക്ഷേ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം അറിയില്ലല്ലോ. ഇൻവെസ്റ്റ് എവിടെ ചെയ്യണമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇതിന് താഴേക്ക് പോകുമ്പോൾ നിർബന്ധമായിട്ടും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ചില കൗണ്ടറുകളുണ്ട്. അത് നമുക്ക് അതിലേക്ക് വരാം. അപ്പോൾ ഈ കണക്കുകളൊന്ന് കഴിഞ്ഞോട്ടെ. ഏതാണ്ട് ഒരു ഐഡിയ കിട്ടിയില്ലേ? കഴിഞ്ഞിട്ടില്ല. 2009 ഡേറ്റ കഴിഞ്ഞു. 2010 18% റിട്ടേൺ തന്നിട്ടുണ്ട്. 2011 25% ഡൗൺ മാർക്കറ്റ് പോയിട്ടുണ്ട്. എന്നാൽ 2012 27% മുകളിൽ റിട്ടേൺ. നോക്കൂ, 2008 52% ഡൗണായ മാർക്കറ്റ് അടുത്ത വർഷം അതിനെ ബീറ്റ് ചെയ്തുകൊണ്ട് ഭീകര റിട്ടേൺ 76% റിട്ടേൺ തന്നു. അതേ സംഭവം തന്നെ 2011 25% ഡൗണായ മാർക്കറ്റ് അടുത്ത വർഷം 28% റിട്ടേൺ അടുത്ത വർഷം തന്നു. അപ്പം നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, എൻ്റെ കയ്യിലുള്ള സ്റ്റോക്കുകൾ ഈ റിട്ടേൺ തരില്ലല്ലോ, അല്ല തന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം, സെക്കൻഡറിയാണ്. മാർക്കറ്റിൽ ഈ റിട്ടേൺ വരുമ്പം നമ്മുടെ റിട്ടേൺ ഇതിൽ കൂടുതലായിരിക്കണം. മാർക്കറ്റിനെ ബീറ്റ് ചെയ്ത് റിട്ടേൺ നൽകുക എന്നുള്ളത് ആയിരിക്കണം നമ്മുടെ പോളിസി. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യുക? നിഫ്റ്റി 50യുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളിലും ETF-കളിലും ഇൻവെസ്റ്റ് ചെയ്യുക. ഒരു ETF നിങ്ങൾക്കറിയാം, അതിൻ്റെ പേര് നിഫ്റ്റി ബീസ് എന്നാണ്. ഈ നിഫ്റ്റി ബീസിൻ്റെ പിയേഴ്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ETF-കളുണ്ട്. നമ്മൾ ETF-ൻ്റെ വീഡിയോ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന 30ഓളം ETF-കൾ ഏതാണെന്ന് നമ്മൾ പുറകിൽ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും അത് പിന്നീട് ആവർത്തിക്കുക, ഈ വീഡിയോയിൽ ആവർത്തിക്കുന്നില്ല. ഒരു ETF പറയാം നിഫ്റ്റി ബീസ്. അപ്പോൾ പറയും നിഫ്റ്റി ബീസ് ഒരെണ്ണമല്ലേ ഉള്ളൂ? നോ, നിഫ്റ്റി ബീസ് ഒരുപാടുണ്ട്. അതായത് വിവിധ AMC കമ്പനികൾ ഈ നിഫ്റ്റി 50യിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ETF-കൾ റിലീസ് ചെയ്തിട്ടുണ്ട്. നിപ്പോൺ ഇന്ത്യയുടെയാണ് നിഫ്റ്റി ബീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നിഫ്റ്റി ബീസിൽ മാർക്കറ്റ് ഇടിയുമ്പോൾ എസ്പെഷ്യലി ജാനുവരി 1 പ്രൈസ് ഏതോ ആ പ്രൈസിന് താഴേക്ക് മാർക്കറ്റ് വരുമ്പോൾ വലിയ ഡിസ്കൗണ്ട് കിട്ടിയാൽ അത്രയും നല്ലത്. അപ്പോൾ ഈ താഴേക്ക് വരുമ്പോൾ ഞാൻ 200 EMIയുടെ സീക്രട്ട് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ. അതുപോലെ തന്നെ തിരിച്ചു കയറാൻ സാധ്യതയുള്ള ലെവലുകൾ, ഇനി മാർക്കറ്റ് എവിടെ നിന്ന് തിരിച്ചു കയറുമെന്ന് വരെ പറഞ്ഞിട്ടുണ്ടല്ലേ. ഇനി മാർക്കറ്റ് എവിടെ നിന്ന് തിരിച്ചു കയറും? 23,350 താഴേക്ക് മാർക്കറ്റ് ക്ലോസ് ചെയ്യുകയോ അല്ലെങ്കിൽ പോവുകയോ ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ ഹ്യൂജ് റാലി പ്രതീക്ഷിക്കാം. അത് ഓൾമോസ്റ്റ് ഈ മാസം ഇനിയിപ്പോൾ 4-5 ദിവസം ഉണ്ടാവും, കുറച്ചും കൂടെ ഡൗൺ ആക്കും. കാരണം ഇപ്പോൾ നിൽക്കുന്നത് 23,700 എൻ്റെ ഓർമ്മ കേട്ടോ. 23,700 ചെറിയ വ്യത്യാസം അങ്ങോട്ട് ഇവിടെ മാറുന്നതുകൊണ്ട് ഞാനത് കറക്റ്റ് നോക്കിയില്ല. 400 പോയിൻ്റ് ഡൗണേ ഉള്ളൂ. അതൊരു 3-4 ദിവസം കൊണ്ടൊക്കെ വന്നാൽ മതിയായിരുന്നു. വന്നിട്ട് അടുത്ത മാസം തൊട്ട് മാർക്കറ്റിനെ കയറ്റാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ അതിൽ ഡൗണൊക്കെ വന്നേക്കാം. ന്യൂസ് ബേസ് ഡൗൺ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പർച്യൂണിറ്റിയാണ്. ആർക്ക്? നമുക്ക് ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ഓപ്പർച്യൂണിറ്റി അറിയാവുന്ന ആൾക്കാരുണ്ട്, അതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. റീറ്റെയിലേഴ്സിന് അറിയില്ലല്ലോ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അമാരും ആ സമയത്ത് അത് ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ അമാരുടെ മ്യൂച്വൽ ഫണ്ടുകൾ നിഫ്റ്റി 50നെ ബീറ്റ് ചെയ്തിട്ട് മുകളിലേക്ക് പോവുകയും അങ്ങനെ അവർക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനെ കിട്ടുകയും ചെയ്യും. അതാണ് നമ്മുടെ അടുത്ത സീക്രട്ടായിട്ട് വരുന്നത്. ഞാൻ എന്തായാലും അത് ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പം തന്നെ പറഞ്ഞേക്കാം, സസ്പെൻസ് വെക്കുന്നില്ല. മാർക്കറ്റിനെ ഉയർത്തി കാണിക്കുക എന്നുള്ളത് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ട്രിക്കാണ്. അതായത് ഒരു റീറ്റെയിലേഴ്സിനെ
വിളിക്കുന്നു. എന്നിട്ട് ബാങ്ക് FDനെ കഴിഞ്ഞും കൂടുതൽ റിട്ടേൺ മാർക്കറ്റ് തരുന്നു എന്ന് കാണിക്കുന്നു. ശരിയല്ലേ? തരുന്നുണ്ട്. ചില വർഷങ്ങളിൽ അത് കുറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വളരെ കുറച്ച് വർഷങ്ങളിൽ മാത്രമേ നെഗറ്റീവ് റിട്ടേൺ വന്നിട്ടുള്ളൂ. ഇവിടെ നോക്കി അറിയാം, ബാക്കി എല്ലാ വർഷങ്ങളിലും വലിയ റിട്ടേൺ ആണ് വന്നേക്കുന്നത്. നിഫ്റ്റി 50യുടെ റിട്ടേൺ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 12% മുതൽ 14.5% വരെ ആണ് നിഫ്റ്റി 50 ഹിസ്റ്റോറിക്കൽ റിട്ടേൺ. കഴിഞ്ഞ ഒരു 10 വർഷത്തെ നോക്കിയോ, 10 വർഷത്തെ എടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും ഹിസ്റ്റോറിക്കൽ റിട്ടേൺ. ചെറിയ വേരിയേഷൻസ് അങ്ങോട്ട് വരാം, എന്നാലും 12%-നും താഴെ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ 12% റിട്ടേൺ ആണ് മ്യൂച്വൽ ഫണ്ടുകൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫണ്ട് മാനേജേഴ്സ് എടുക്കുന്നത്, ഈ 12% റിട്ടേൺ. അപ്പോൾ നമ്മൾ ബാങ്കിൽ നോക്കുകയാണെങ്കിൽ 7.5% FD ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്നത് കേട്ടോ. 7.5% അല്ലെങ്കിൽ 8% ഇങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് റിട്ടേൺ കിട്ടുക. ഇനി 8.5 ആയിക്കോട്ടെ, അതിൽ കൂടുതലൊന്നും കിട്ടില്ലല്ലോ. പക്ഷേ ഇവിടെ ഇത് 12%. അപ്പോൾ ഈ ഒരു ഫിഗർ കാണിച്ചിട്ട് ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്യും. സംഭവം സത്യം തന്നെയാണ് കേട്ടോ, ഇത് നുണയൊന്നുമല്ല, അത് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഫിഗറിന് താഴേക്ക് നിഫ്റ്റി 50യെ താഴേക്ക് പോകാനായിട്ട് ആരും അനുവദിക്കില്ല, ഇൻസ്റ്റിറ്റ്യൂഷൻസ് അനുവദിക്കില്ല. അവർക്ക് അതിന് കഴിയുകയും ചെയ്യും. അവർ വിചാരിച്ചു കഴിഞ്ഞാൽ അത് അതിന് കഴിയും. കാരണം അവരാണ് നമ്മുടെ മാർക്കറ്റിനെ മാത്രമല്ല ലോകത്തെ മൊത്തം ഭരിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്, അവർക്കത് സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു റിട്ടേൺ നിലനിർത്താനായിട്ട് അവർ ശ്രമിക്കുമെങ്കിലും നമ്മൾ അവസാന കുറേ വർഷങ്ങളിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ റിട്ടേൺസ് കിട്ടിയിട്ടില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. 28%, 3%, 12%, 14%, 24%, 4%, 20%. അപ്പോൾ ഇങ്ങനെ വലിയ റിട്ടേൺസ് കിട്ടാത്തതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, മാത്രമല്ല ഈ ഒരു കുറവ് റിട്ടേൺ കൊണ്ടൊക്കെയാണ് നിഫ്റ്റിയുടെ ആവറേജ് റിട്ടേൺ ആയിട്ടുള്ള 15% ഒക്കെ, നേരത്തെ 15%, അതിൽ നിന്ന് കുറഞ്ഞ് 12 മുതൽ ഇങ്ങനെ ആയേക്കുന്നത് കേട്ടോ, കുറച്ച് റിട്ടേൺ കുറഞ്ഞേക്കുന്നത്. അപ്പം ഈ ഒരു വലിയ പേഴ്സൻറ്റേജ് റിട്ടേൺ കിട്ടാത്തതിന് കാരണം ഒരുപാട് റീറ്റെയിലേഴ്സ് മാർക്കറ്റിൽ എൻട്രി ചെയ്തുകൊണ്ടാണ്. എസ്പെഷ്യലി ആഫ്റ്റർ കോവിഡിന് ശേഷം ഒരുപാട് റീറ്റെയിലേഴ്സ് മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്തു. മാർക്കറ്റിലേക്ക് റീറ്റെയിലേഴ്സ് എൻട്രി ചെയ്യുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മാർക്കറ്റിൽ വലിയ റിട്ടേൺസ് കിട്ടാനുള്ള സാധ്യത മങ്ങുക. നിങ്ങൾക്കറിയാവോ ഒരു സംഭവം? കാരണം റീറ്റെയിൽ ഫ്ലോട്ട് എന്ന് പറയും, FLOT. ഈ ഒരു സാധനം നോക്കുന്നുണ്ട്. ഒരു സ്റ്റോക്കിൽ റീറ്റെയിൽ ഫ്ലോട്ട് നോക്കും. ഇത് 10%-ന് താഴെ ഇരിക്കുന്ന സ്റ്റോക്കുകൾ ഹ്യൂജ് റിട്ടേൺ തരാനുള്ള സാധ്യതയുണ്ട്. അറിയാമെന്ന് വിചാരിക്കുന്നു. ആ റീറ്റെയിലേഴ്സ് കുറഞ്ഞിരിക്കുന്ന കൗണ്ടറുകളാണ് നമുക്ക് റിട്ടേൺ കൂടുതൽ തരാൻ സാധ്യതയുള്ളത്. പിന്നെ പബ്ലിക് ഹോൾഡിംഗ് നോക്കില്ലേ, പബ്ലിക് ഹോൾഡിംഗ് നോക്കുമ്പോൾ അത് കുറഞ്ഞിരിക്കുന്ന സ്റ്റോക്കുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക കേട്ടോ. പബ്ലിക് ഹോൾഡിംഗ് കുറഞ്ഞിരിക്കുന്ന സ്റ്റോക്കുകൾ റിട്ടേൺ കൂടുതൽ തരാനുള്ള സാധ്യതയുണ്ട്. കാരണം അത് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈയിടെ ഒരു സ്റ്റോക്ക് ഭീകരമായിട്ട് റിട്ടേൺ തന്നില്ലേ, 3 രൂപ 50 പൈസയിൽ നിന്ന് 3 ലക്ഷത്തിലേക്ക് പോയ സ്റ്റോക്ക് ഇല്ലേ? അതിൽ റീറ്റെയിലേഴ്സിന് എത്രയാണ് ഉള്ളത്? ഒന്നുമില്ല അല്ലേ? റീറ്റെയിലേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇല്ല. പ്രൊമോട്ടറും അവരുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ആളുകളുമായിരുന്നു ആ സ്റ്റോക്ക് കയ്യിലുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു 98% വരെ ആരായിരുന്നു? പ്രൊമോട്ടർ ആയിരുന്നു അല്ലേ? പ്രൊമോട്ടറായിരുന്നു. അപ്പോൾ ആ സ്റ്റോക്ക് പറന്ന് കയറിയത് കണ്ടില്ലേ? ഇവരുടെ കയ്യിൽ ഇതുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റീറ്റെയിലേഴ്സ് വളരെ കുറവ്, അല്ലെങ്കിൽ പബ്ലിക് ഹോൾഡിംഗ് വളരെ കുറവ്, അല്ലെങ്കിൽ റീറ്റെയിൽ ഫ്ലോട്ട് കുറവ് ഉള്ള സ്റ്റോക്കുകൾ നല്ല രീതിയിൽ മുകളിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. അതേ സംഭവമാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. റീറ്റെയിലേഴ്സ് ഒരുപാട് മാർക്കറ്റിൽ കയറി. ഇനിയിപ്പോൾ ഇവരെ ചവിട്ടി പുറത്താക്കണം. ഇവരെ ചവിട്ടി പുറത്താക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ കറക്ഷൻസും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവരും. സ്റ്റോക്കുകളിൽ ഇപ്പോൾ സ്റ്റോക്കിൻ്റെ ചാർട്ട് കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും കേട്ടോ. ഞാൻ കാണിച്ചു തരാം, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു ചാർട്ട് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ ചാർട്ടാണ്. അതായത് എത്ര കമ്പനികളുണ്ട് താഴേക്ക് നോക്കിയാൽ അറിയാം. 225 കമ്പനികളുണ്ട് F&O സെഗ്മെൻറ്റിൽ കേട്ടോ. 225 കമ്പനികൾ. അപ്പോൾ അതിൽ ഏത് സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ അവസ്ഥ നോക്കാം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ RBL ബാങ്കാണ് ഏറ്റവും കൂടുതൽ മുകളിലേക്ക് പോയിരിക്കുന്നത്. ഞാൻ ആ സ്റ്റോക്ക് എടുക്കുവാണ്. RBL ബാങ്ക് കഴിഞ്ഞ ദിവസം 5% മുകളിൽ പോയിട്ടുണ്ട്. ഞാൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം. നിങ്ങൾ നോക്കിയത് ഒരു വർഷത്തെ ചാർട്ടാണ്. ഒരു വർഷമായിട്ട് ഈ സ്റ്റോക്ക് ഡൗൺ ആണ്. ഇത് കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ മുകളിലേക്ക് പോയിട്ടുണ്ടല്ലേ? വളരെ പരിതാപകരമായ അവസ്ഥയാണ്. ഇനി നമുക്ക് അടുത്ത സ്റ്റോക്ക് ബയോകോൺ വലിയ റിട്ടേൺ ഒന്നും തന്നിട്ടില്ല. കഴിഞ്ഞ വർഷം 245, ഇപ്പം 345 ആ റിട്ടേൺ തന്നിട്ടുണ്ട് കേട്ടോ. ഒരു വർഷത്തേക്ക് റിട്ടേൺ തന്നിട്ടുണ്ട്. വലിയ ഡൗൺ പോയിട്ടില്ല. ഓക്കെ. ഇൻഡിഗോയിൽ നമുക്ക് വലിയൊരു ഡൗൺ പോയിട്ടില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്കുള്ള വലിയ ക്രാഷ് കാണുന്നുണ്ട്. ഇവിടെയൊക്കെ കാണുന്നുണ്ടല്ലേ? ലാഭമാണ് വന്നേക്കുന്നത്, കുഴപ്പമൊന്നുമില്ല. മാർക്കറ്റ് ലാഭം കേട്ടോ വന്നേക്കുന്നത്. ഹിന്ദുസ്ഥാൻ കോപ്പർ വലിയ ലാഭമോ കാര്യങ്ങളോ ഒന്നും തന്നിട്ടില്ല. ഒരു വക ചാർട്ട്
ടാറ്റ കെമിക്കൽ, ഇത് ഓരോ സ്റ്റോക്കും എടുത്ത് നോക്കുക എന്നുള്ളത് ഞാൻ ഈ 225 സ്റ്റോക്ക് ഞാൻ എടുത്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. അപ്പോൾ ടാറ്റ കെമിക്കൽ ഒരു റിട്ടേണും തന്നിട്ടില്ല. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനിൽ പെട്ട സ്റ്റോക്കാണ്. UBL എന്തോ ശകലം റിട്ടേൺ തന്നിട്ടുണ്ട്. ഓക്കെ. ഹിന്ദ് പെട്രോ അത്യാവശ്യം നല്ല റിട്ടേൺ തന്നിട്ടുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വരുന്ന വലിയ കറക്ഷൻസ് ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്കുകളിലൊക്കെ എവിടെ നിന്ന് എൻട്രി ചെയ്യണമെന്ന് നമുക്കറിയത്തില്ല. എല്ലാത്തിലും ഭയങ്കരമായിട്ട് കറക്ഷൻ വന്നിട്ടുണ്ട്, മുകളിലേക്ക് കുറച്ചൊക്കെ കയറിപ്പോയിട്ടുണ്ട്. എന്നാലും നമുക്ക് വലിയ ഒരു പ്രതീക്ഷ തരുന്ന ഒരു ചാർട്ടോ കാര്യങ്ങളോ ഒന്നുമല്ല ഓരോ സ്റ്റോക്കുകളും തന്നേക്കുന്നത്. ബാറ്റ ഇന്ത്യയൊക്കെ വളരെ നല്ല കമ്പനിയായിരുന്നു. അതൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ വലിയ പോക്കും പോകും. ഇത് കണ്ടോ, വലിയ പോക്ക് ഇടയ്ക്ക് പോവുകയും ചെയ്യും, അതേപോലെ താഴേക്കും വരും. അതായത് F&O സെഗ്മെൻറ്റിൽ സെൽ ചെയ്തുകൊണ്ട് പൈസ ഉണ്ടാക്കുക എന്നുള്ള സംഭവങ്ങൾ കൂടി മാർക്കറ്റിൻ്റെ അണിയറയിൽ നടക്കുന്നുണ്ട്. റീറ്റെയിലേഴ്സ് ഇപ്പോൾ അവിടെ ഇല്ല. ഈ സെല്ല് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്. ഫ്യൂച്ചറാണ് അവർ സെല്ല് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓപ്ഷൻ സെല്ലിങ് ചെയ്യും. ഇത് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്. അവർക്ക് മാർക്കറ്റ് താഴേക്ക് പോയാൽ അവർക്ക് നഷ്ടമൊന്നുമില്ല. ഇത്രയും കോടി നഷ്ടം എന്നൊക്കെ ഇങ്ങനെ കേൾക്കില്ലേ നിങ്ങൾ, മാർക്കറ്റിൽ ഭയങ്കര കോടി നഷ്ടപ്പെട്ടു എന്നൊക്കെ കേൾക്കില്ലേ? അങ്ങനെ നഷ്ടപ്പെടലൊന്നുമില്ല. ഈ താഴേക്ക് പോകുമ്പോൾ അവർ പൈസ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ റീറ്റെയിലേഴ്സ് പൈസ ഉണ്ടാക്കുക എന്തുകൊണ്ടാണ് അവർക്ക് പറ്റാത്തത്? ഇതിന് പൈസ കുറവായിരുന്ന റീറ്റെയിലേഴ്സിന് ചെയ്യാൻ പറ്റുമായിരുന്നല്ലോ. ഇതിന് ഭീകരമായിട്ട് മാർജിൻ കൂട്ടി വെച്ചേക്കാണ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ. മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ. ഇപ്പോൾ അമേരിക്കൻ മാർക്കറ്റിലൊക്കെ ഞാൻ വായിച്ചിരിക്കുന്ന ഇക്വിറ്റി സെല്ലിംഗ് ഉണ്ടെന്നാണ്. ഇക്വിറ്റി സ്റ്റോക്കുകൾ സെല്ല് ചെയ്യാമെന്നാണ് ഞാൻ വായിച്ചിരിക്കുന്നത്. നിങ്ങളതൊന്ന് കറക്റ്റ് ചെയ്യുക കേട്ടോ. ഞാൻ വായിച്ച ഓർമ്മ വെച്ച് പറയുന്നതാണ്. ഇത് ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് റെഫർ ചെയ്തതല്ല, ഞാൻ പറഞ്ഞു വന്നപ്പം ഓർമ്മ വന്നപ്പോൾ പറഞ്ഞതാണ്. ഇക്വിറ്റി ഇവിടെ എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? ഇക്വിറ്റി നമുക്കിപ്പോൾ ഒരു സ്റ്റോക്ക് സെല്ല് ചെയ്യണം. ഇപ്പോൾ ബാറ്റ ഇന്ത്യ, ഇത് നമുക്ക് മുകളിലെത്തി താഴേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്കിത് ആദ്യമേ സെല്ല് ചെയ്തിട്ട് പിന്നെ താഴേന്ന് വാങ്ങണം, ഇതാണ് നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ചു. അത് ഇന്ത്യൻ മാർക്കറ്റിൽ പറ്റില്ല, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ മാർക്കറ്റിൽ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ F&O സ്റ്റോക്ക് എടുത്തിട്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇപ്പോൾ ഭാരത് ഫോർജ് ഉണ്ട്, ടാറ്റ മോട്ടോഴ്സൊക്കെ വലിയ ഉദാഹരണമാണ്. ടാറ്റ മോട്ടോഴ്സ് ഉണ്ട്, മോശം കമ്പനിയാണ്. ടാറ്റ മോട്ടോഴ്സ് നല്ല കമ്പനിയല്ലേ? ആ റിസൾട്ടൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ വരും. പക്ഷേ ഇത് എത്രയാണ് ഡൗൺ പോയേക്കും നോക്കിയേ. 1180 നിന്ന് ഇവിടെ നിന്നൊക്കെ റീറ്റെയിലേഴ്സ് ഈ ബ്രേക്ക് ഔട്ടൊക്കെ കിട്ടിയിട്ട് മേടിച്ച് എത്ര പേരുണ്ടല്ലേ? ഈ ബ്രേക്ക് ഔട്ടിനൊക്കെ ഈ ഭാഗത്ത് മേടിച്ച് എത്ര പേരുണ്ട്? ഇൻസ്റ്റിറ്റ്യൂഷൻസ് മേടിക്കില്ല. ഇനി അഥവാ അവന്മാർ മേടിച്ചാൽ തന്നെ അവന്മാർ ഫ്യൂച്ചർ സെല്ല് ചെയ്തിട്ട് അവന്മാർ ഒരു പ്രശ്നവും ഇല്ലാതെയാക്കും. ഇപ്പോൾ ഇക്വിറ്റിയിൽ അവന്മാർക്ക് ഇപ്പോൾ ഒരു 2 ലക്ഷം ലോസ് ഉണ്ടെങ്കിൽ അവന്മാർ ഫ്യൂച്ചർ സെല്ല് ചെയ്തിട്ട് ആ ലോസൊക്കെ എപ്പോഴാണ് കവർ ചെയ്തിട്ടുണ്ടാകും. ഇത് പാവപ്പെട്ട റീറ്റെയിലേഴ്സിന് ചെയ്യാൻ പറ്റില്ല. കാരണം അവൻ്റെ കയ്യിൽ അത് മാർജിനില്ല, വീണ്ടും മാർജിൻ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്തെങ്കിലും ആട്ടെ. അപ്പം ഞാൻ അതൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർട്ട് എടുത്ത്. അപ്പം നമുക്ക് ബീറ്റ് ചെയ്യാൻ പറ്റുന്ന മാർഗ്ഗം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് MCLൻ്റെ ചാർട്ടാണ് കേട്ടോ. മുകളിലേക്ക് പോകുന്നു, താഴേക്ക് വരുന്നു, മുകളിലേക്ക്. ഇതൊക്കെ കാണുമ്പോഴാണ് മനസ്സിലാകുക. എന്താ മനസ്സിലാകുക? ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു സംഭവം. ഇപ്പോൾ ലോങ് ടൈം ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾ ഇത്രയും മുകളിൽ പോയിട്ടും വിൽക്കാതെ ഇരുന്നിട്ട് ആ സ്റ്റോക്ക് ഒരു 19% താന്നു. നോക്ക്, ഏതാണ്ട് 2000-ൻ്റെ അടുത്തു നിന്ന് 1000-ലേക്ക് ആ സ്റ്റോക്ക് ഇവിടെ താന്നു. ഇയാളത് വിൽക്കാതിരിക്കുക. ഇയാൾ വിറ്റാൽ എന്താ കുഴപ്പം? 20% ടാക്സ് കൊടുക്കണം ഗവൺമെൻറ്റിന്. കൊടുക്കണ്ടേ? ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് 20% കൊടുക്കണം. ഒരു വർഷത്തിന് താഴെയാണ് വിൽക്കുന്നത്. 15% അത് കയറ്റി 20% ആക്കിയിട്ടുണ്ട്. എന്നിട്ട് വിൽക്കാനായിട്ട് ഇത് പ്രേരിപ്പിക്കുകയും ചെയ്തു. എങ്ങനെ നമുക്കിപ്പോൾ മനസ്സിലാവുകയാണ് ഈ സ്റ്റോക്ക് താഴേക്കാണ് എന്ന് മനസ്സിലാണ്. ഇപ്പോൾ ഇവിടെ ഒരു ട്രെൻഡ് ലൈനൊക്കെ വരയ്ക്കുന്ന ആളുകൾക്ക് ഈ കാര്യം മനസ്സിലാകും. ഇവിടെ നിന്ന് ഞാനൊരു ട്രെൻഡ് ലൈൻ ഇങ്ങനെ വരയ്ക്കാം. അപ്പോൾ ഇത് വരയ്ക്കുന്ന ആളുകൾക്ക് മനസ്സിലാകും ഇത് താഴേക്കാണ്. ടെക്നിക്കൽ അറിയാവുന്നവർക്ക് ഈ ഒരു ഏരിയ എന്നൊക്കെ നമുക്ക് മനസ്സിലാകും താഴേക്കാണ് എന്നുള്ളതും മനസ്സിലാവും. വിറ്റ് കഴിഞ്ഞാൽ പ്രോഫിറ്റിൻ്റെ 20% ടാക്സ് കൊടുക്കണം. വിറ്റില്ലെങ്കിൽ ഈ സാധനം താഴേക്കും പോകും, നമ്മുടെ ലാഭത്തെ ബാധിക്കുകയും ചെയ്യും, കുറയുകയും ചെയ്യും. അപ്പം നിർബന്ധമായിട്ടും വിറ്റേ പറ്റൂ. ഈ കഴിഞ്ഞ ബജറ്റിലല്ലേ 15% എന്നുള്ള 20% ആക്കി ഉയർത്തിയത്. അപ്പോൾ ഓക്കെ, അതെന്തേലും ആട്ടെ. ഞാൻ പറഞ്ഞു വന്നത് വിൽക്കണം എന്നുള്ളത് തന്നെയാണ് ഞാനും പറഞ്ഞു വന്നത്. അപ്പോൾ ലോങ് ടൈം ഒരു ക്വസ്റ്റ്യനായിട്ട് നിൽക്കുക. ഞാൻ 225 സ്റ്റോക്കിൻ്റെ ചാർട്ട് നോക്കിയിട്ട് എനിക്കിതിൽ ലോങ് ടൈം ബെറ്റ് കണ്ടെത്താൻ പറ്റിയില്ല. ഇപ്പോൾ നവീൻ ഫ്ലോറിൻ പണ്ട് ഞാൻ 2000 പറഞ്ഞ സ്റ്റോക്കാണ്. അപ്പോൾ 3377 കുറേ നാൾ മുമ്പാണ്. പക്ഷേ ഈ സ്റ്റോക്കിൻ്റെ ഈ അവസ്ഥ നോക്കിയേ. ട്രേഡിങ്ങിന് പ്രേരിപ്പിക്കുമല്ലേ ഈ ചാർട്ട് ചെയ്യുന്നത്? ട്രേഡിങ്ങിനായിട്ട് പ്രേരിപ്പിക്കുന്നു. സോനാകോംസ് ഈ ഒരു സ്റ്റോക്ക് കഴിഞ്ഞ ദിവസം ഞാൻ മേടിച്ചു, 2 കൽപ്പിച്ചു കേട്ടോ. എന്താ ഈ ക്യാൻഡിൽ കണ്ടിട്ട് ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ട് താഴെയാണ് സ്റ്റോപ്പ് ലോസ്. എന്താ ഇവിടെയാണ് സ്റ്റോപ്പ് ലോസ്. 580, 595, 15 പോയിൻ്റേ ഉള്ളൂ. 96 കണ്ടാണ് മേടിച്ചെന്ന് തോന്നുന്നു. 15 പോയിൻ്റേ ഉള്ളൂ സ്റ്റോപ്പ് ലോസ്. ഇത് ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ടല്ലോ. അല്ല, ഞാൻ പറഞ്ഞു വന്നപ്പോൾ അത് കണ്ടപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഇത് ലോങ് ടൈമിന് എങ്ങനെ ഹോൾഡ് ചെയ്യും ഈ കമ്പനി? ഈ ചാർട്ട് കണ്ടിട്ട് എങ്ങനെ നമ്മൾ ഹോൾഡ് ചെയ്യും? ഇതെല്ലാം നോക്കുക. ICICI പ്രുഡൻഷ്യലിൻ്റെ കമ്പനി ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ്, നല്ല കമ്പനിയാണ്.
അത് നോക്കിയേ, ജൂബിലൻറ്റ് ഫുഡ് വർക്ക്, ഇത് നമ്മൾ റെക്കമെൻഡ് ചെയ്ത കമ്പനിയാണ്. ദൈവം സഹായിച്ച് നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇനി ബ്രേക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. വലിയ കുഴപ്പമില്ല. എന്നാലും ഇതിൻ്റെ ചാർട്ടും കാര്യങ്ങളും നോക്കുമ്പോൾ താഴേക്ക് വരുമ്പം ഒഴിവാക്കണ്ടേ. ഗ്രാനൂൾസ് നല്ല സൂപ്പർ കമ്പനിയാണ് അല്ലേ. അപ്പോൾ ഈ ചാർട്ട് കാണുമ്പോൾ നമുക്ക് തോന്നും ട്രേഡിങ്ങിനായിട്ട് പ്രേരിപ്പിക്കുന്ന പോലെ തോന്നും. ലോങ് ടൈം ഒക്കെ ഒരു കഥ എന്ന പോലെ ഹൈയിലെത്തുമ്പോൾ വിൽക്കുക എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് മാറുന്നു ലോകം എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഓക്കെ, എന്തായാലും ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഐഡിയ കിട്ടിയല്ലോ. ഇനി നമ്മുടെ സീക്രട്ടുകളിലേക്ക്, സീക്രട്ട് ഇപ്പോൾ ഏകദേശം മനസ്സിലായി അല്ലേ. ഇനി പോർട്ട്ഫോളിയോ നഷ്ടത്തിലാണോ ഊരാനുള്ള വഴി, ആ കണ്ടൻറ്റിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. പോർട്ട്ഫോളിയോ നഷ്ടത്തിലാണോ ഊരാനുള്ള വഴി. ഇപ്പോൾ നിഫ്റ്റി 50ൽ എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ. ജനുവരി 1 നിഫ്റ്റി 50യുടെ പ്രൈസ് നോക്കുക. അതിൻ്റെ താഴേക്ക് 10, 5, 20, 30 എത്രയോ ഡിസ്കൗണ്ട് കിട്ടിയോ അതൊക്കെ ഓപ്പർച്യൂണിറ്റി ആയിട്ട് മനസ്സിലാക്കിയിട്ട് നിഫ്റ്റി ബീസിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട, ഇപ്പോൾ നിഫ്റ്റി ബീസ് ബ്ലൂ ചിപ്പാണ് കേട്ടോ, ബ്ലൂ ചിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇപ്പം ഞാൻ നമ്മുടെ കസ്റ്റമേഴ്സിന് ഇപ്പം മ്യൂച്വൽ ഫണ്ടിന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലൂ ചിപ്പ് ബേസ്ഡ് മ്യൂച്വൽ ഫണ്ടുകളാണ് കൊടുക്കുന്നത്. ബ്ലൂ ചിപ്പ് ഉണ്ടായിരിക്കും എന്നുള്ളത്. പിന്നെ മറ്റ് മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും നോക്കാറുണ്ടെങ്കിലും കൂടുതലും ബ്ലൂ ചിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുക. അതിന് നല്ല റിസൾട്ട് വന്നിട്ടുമുണ്ട്. ഇനി വന്നിട്ടില്ലെങ്കിൽ പോലും ഫ്യൂച്ചറിൽ വരും. വന്നിട്ടുണ്ട് ഓൾറെഡി. മോട്ടിലാൽ ഓസ്വാളിൻ്റെ ലാർജ് ആൻഡ് മിഡ് ക്യാപ്പിലൊക്കെ നല്ല റിസൾട്ട് വന്നിട്ടുണ്ട്. മിഡ് ക്യാപ്പിലും വന്നിട്ടുണ്ട്. പക്ഷേ മെയിൻ ഇപ്പോൾ ഞാൻ കൊടുക്കുന്നത് ലാർജ് ആൻഡ് മിഡ് ക്യാപ്പാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയാം മാർക്കറ്റ് മുകളിലേക്ക് കയറ്റും. ആ സമയത്ത് ബ്ലൂ ചിപ്പിലായിരിക്കും പ്രോഫിറ്റ് വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അവർക്ക് കസ്റ്റമേഴ്സിന് അവർക്ക് ക്യാഷ് നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇതുപോലുള്ള ബ്ലൂ ചിപ്പ് കമ്പനികളാണ് നമ്മൾ കൂടുതലും കൊടുക്കുന്നത്. അപ്പോൾ ഈ നിഫ്റ്റി ബീസിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞല്ലോ. നിഫ്റ്റി ബീസിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിന് ഞാൻ N1 എന്ന് പറയുന്നു. ഇതേപോലത്തെ നിഫ്റ്റി ബീസിൻ്റെ പിയേഴ്സ് ഒരുപാടുണ്ട്. നമുക്കൊരു N5 വരെ കാണാം. ഇതിൽ ലിക്വിഡിറ്റി ഏറ്റവും കൂടുതൽ നിഫ്റ്റി ബീസിനാണുള്ളത്. അതാണ് നിഫ്റ്റി ബീസ് തന്നെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് N2, N3, N4, N5 ഇങ്ങനെ 5 എടുക്കാം കേട്ടോ. എക്സാക്റ്റ് ഞാൻ എണ്ണം നോക്കിയിട്ടില്ല, ലിക്വിഡിറ്റി എക്സാക്റ്റ് നോക്കിയിട്ടില്ല. തൽക്കാലം നിഫ്റ്റി ബീസ് മതി. പിന്നീട് അതിൻ്റെ പിയേഴ്സ് വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ലൈക്കും സബ്സ്ക്രൈബും നന്നായിട്ട് തരണം. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ ഇടുക. നമുക്ക് ഏതൊക്കെയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒന്ന് റിസർച്ച് ചെയ്തിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ലിക്വിഡിറ്റി ഉള്ളത് പറയണമല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ, എന്തായാലും ഇങ്ങനെ ഒരു കൗണ്ടറുണ്ട്. അപ്പം നിഫ്റ്റി ബീസ് എന്ന് പറയുന്നത് ഈ N1 ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് നിഫ്റ്റി ബീസാണ്. അപ്പോൾ നിഫ്റ്റി താഴേക്ക് പോകുന്നു. ജനുവരി 1 പ്രൈസിൻ്റെ താഴേക്ക് പോകുമ്പോൾ നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഒരു 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു. ഇത് വീണ്ടും താഴേക്ക് പോകുന്നു. നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തു. വീണ്ടും ഒരു 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു. വീണ്ടും താഴേക്ക് പോകുന്നു, ഇൻവെസ്റ്റ് ചെയ്തു, 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ ഇത് താഴേക്ക് പോകുമ്പോഴല്ല, താഴേക്ക് പോകുന്നതിന് ഒരു ക്രൈറ്റീരിയ നോക്കിയോ, 2%, 4%, നിങ്ങളുടെ ഏത് ക്രൈറ്റീരിയ വെച്ച് നോക്കിയോ താഴേക്ക് പോകുമ്പോഴൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഒരുപാടൊന്നും അങ്ങനെ കിട്ടൂല, അങ്ങനെ താഴേക്ക് പോയില്ല. അപ്പോൾ ഇതിനൊരു പരിധിയുണ്ട്. ഒരു പരിധി കൂടുതൽ പോവില്ല. ബാക്കി സമയങ്ങളിൽ സൈഡ് വേസ് കളിക്കും. അപ്പോൾ ഈ താഴേക്ക് കിട്ടുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. ഇതിന് 30,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം ഇത് താഴേക്ക് പോയില്ല, പിന്നീട് ഇത് മുകളിലേക്കാണ് പോയത് എന്ന് വിചാരിച്ചോളൂ. പിന്നീട് മുകളിലേക്കാണ് പോകുന്നത്. പിന്നെ നമ്മൾ ഇത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആവറേജ് പ്രൈസ് കൂടും. നമുക്ക് ആവറേജ് പ്രൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ആവറേജ് ചെയ്തത്. ഇത് ആവറേജിംഗ് എന്ന് പറയുന്നത് കേട്ടോ, ആവറേജിങ് മെത്തേഡ്. ഇത് ചെയ്തത് പ്രൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഇത് മുകളിലേക്ക് പോയി കഴിയുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആവറേജ് പ്രൈസ് കൂടും. സോ ഇതിലെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്തു. ഇതിൽ നമ്മൾ 30,000 മാത്രമേ ഇൻവെസ്റ്റ് ചെയ്തുള്ളൂ. നമ്മൾ അടുത്ത ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മുടെ കയ്യിൽ പൈസയുണ്ട്. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് N2-വിലാണ്. നിഫ്റ്റി ബീസിൻ്റെ മറ്റൊരു പിയർ ETF-ലാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. N2-വിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അതിൽ 10,000 ഇട്ടു. താഴേക്കാണ് പ്രൈസ് പോകുന്നതെങ്കിലും നമ്മൾ വീണ്ടും 10,000 ഇടാം. താഴേക്ക് പ്രൈസ് പോയാലും ഈ പറയുന്ന N1-ൽ നമുക്ക് ലോസ് വരാനുള്ള സാധ്യത കുറവാണ്. കാരണം അത് വീണ്ടും താഴെ നിന്നാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത്. ഇത് കുറച്ച് മുകളിൽ നിന്നാണ് ഇൻവെസ്റ്റ് ചെയ്തത്. ആ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു, അവിടുന്ന് കുറച്ച് കുറഞ്ഞപ്പോൾ നമ്മൾ രണ്ടാമത് പൈസ ഇട്ടു. വീണ്ടും കുറഞ്ഞാൽ മൂന്നാമത് പൈസ ഇടാം. കുറഞ്ഞില്ല, ഇടണ്ട. മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഞാൻ കുറച്ച് സ്ഥലങ്ങളൊന്ന് മായ്ക്കട്ടെ. ഓക്കെ, അപ്പോൾ അത് വളരാൻ വിട്ടു. അപ്പോൾ N2 നമ്മൾ വളരാൻ വിട്ടു. അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന പണം എന്ന് പറയുന്നത് ഏകദേശം ഒരു 20K കൂട്ടിക്കോ, 20. അപ്പോൾ 50,000 രൂപ നമ്മൾ ഇൻവെസ്റ്റഡായി. ഇത് നമ്മൾ ഒരിക്കലും പേടിക്കേണ്ടാത്ത ഒരു പൈസയാണ് കേട്ടോ. 30, 20, 50,000 രൂപ ഇൻവെസ്റ്റഡായി. അടുത്തത് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് N3-ലാണ്. N3-ൽ ഈ പറയുന്ന പോലെ 10K, ഇതൊക്കെ ഒരു ഉദാഹരണം പറയുന്നതാണ്. ഇങ്ങനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു.
അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് മാർക്കറ്റ് ഇടിയും കാര്യങ്ങളും ഒക്കെ ചെയ്യും. നമ്മൾ പേഷ്യൻ്റായിട്ട് ഇതിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങൾ, ഇത് കുറച്ച് സമയം പിടിച്ച് ചെയ്യേണ്ട പ്രോസസ്സാണ്. നമ്മൾ വലിയ പേടിക്കാതെ ചെയ്യേണ്ട പ്രോസസ്സാണ്. അപ്പോൾ N3 ഉണ്ട്, N4 ഉണ്ട്, N5 ഉണ്ട്. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ എന്നുകൾ തരാം. നെക്സ്റ്റ് 50, ഇത് കഴിഞ്ഞാൽ നേരെ കയറേണ്ടത് നെക്സ്റ്റ് 50യിലാണ് കേട്ടോ. നെക്സ്റ്റ് 50 രണ്ടെണ്ണം ഇപ്പോൾ പുതിയത് വന്നിട്ടുണ്ടോയെന്ന് അറിയില്ല. ഒരെണ്ണം കൂടിയുണ്ട്, ജൂനിയർ ബീസ്. ഈ രണ്ടും ഒന്ന് തന്നെയാണ്. ഇത് രണ്ടും ബ്ലൂ ചിപ്പാണ്. അപ്പം അടുത്തത് നിഫ്റ്റി 50 കഴിഞ്ഞാൽ അടുത്ത് കയറേണ്ടത് നിഫ്റ്റി 50 ഫസ്റ്റ്, കാരണം ഇതിലാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഫിഗറുകൾ കാണിക്കാൻ വേണ്ടിയിട്ട്, ഈ പോസിറ്റീവ് ഫിഗറുകൾ കാണിക്കാൻ വേണ്ടിയിട്ട് നിഫ്റ്റി 50യിൽ ബയ്യിങ് വരും. അവർ നിഫ്റ്റി മാർക്കറ്റിലെ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ താത്തിയാൽ പോലും, അല്ലെങ്കിൽ കയറിയില്ലെങ്കിൽ പോലും നിഫ്റ്റി 50 കയറ്റും. കാരണം നിഫ്റ്റി 50യിലെ സ്റ്റോക്കുകളിൽ ബൈ നടന്നാലാണ് ഇതിങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ. നിഫ്റ്റി 50യുടെ റിട്ടേൺ കാണിക്കാൻ പറ്റുള്ളൂ. ഇത് പുറത്ത് കാണിച്ചേ പറ്റൂ. കാരണം ആ മേഖലയ്ക്ക് ഒരുപാട് വളർച്ചയുണ്ട്. ഏതിന്? മ്യൂച്വൽ ഫണ്ട് മേഖലയ്ക്ക്. അപ്പം ഇത് പുറത്ത് കാണിച്ചേ പറ്റൂ. അതിലേക്ക് റീറ്റെയിലേഴ്സിനെ ആകർഷിച്ചേ പറ്റൂ. അപ്പോൾ അവർ ആകർഷിക്കുന്നുണ്ട് റീറ്റെയിലേഴ്സിനെ കേട്ടോ, അതിലേക്ക് ആകർഷിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് പ്രശ്നമുള്ള മേഖലകളിൽ നിന്ന് അവർ പുറത്താക്കുന്നും ഉണ്ട്. പല രീതിയിൽ പുറത്താക്കിയാലും അവർ പുതിയ സാധനങ്ങൾ കൊണ്ടുവന്ന് ആകർഷിക്കും. എന്നാന്ന് വെച്ചാൽ റീറ്റെയിലേഴ്സിൻ്റെ ക്യാഷ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണം. ക്യാഷാണ് എല്ലാവർക്കും വേണ്ടത്. അപ്പോൾ ഈ ക്യാഷ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണം. അതുകൊണ്ട് എന്ത് ചെയ്യും? ഇവർ എന്തൊക്കെ സംഭവങ്ങൾ കാണിച്ചാലും റീറ്റെയിലേഴ്സിനെ ഇവർ ആകർഷിക്കും, അതുപോലെ തന്നെ പുറത്താക്കുകയും ചെയ്യും. ഇത് രണ്ടും മനസ്സിലാക്കുക. റീറ്റെയിലേഴ്സിനെ അവർ കൊണ്ടുവരികയും അതുപോലെ തന്നെ പുറത്താക്കുകയും ചെയ്യും. ഈ പ്രോസസ്സ് അനസ്യൂതം തുടർന്നുകൊണ്ടിരിക്കും. എന്നാൽ ഈ ട്രിക്കോ കാര്യങ്ങളോ അറിയാതെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യും? മാർക്കറ്റിൽ ലോസാണ്, മാർക്കറ്റിൽ നേട്ടമൊന്നും ഉണ്ടാക്കുന്നില്ല എന്നും പറഞ്ഞ് അവർ മാർക്കറ്റിൽ നിന്ന് ഉള്ള ക്യാഷ് കളഞ്ഞിട്ട് ലോസായിട്ട് അവർ പോവുകയും ചെയ്യും. എന്നാൽ ഇതറിയുന്നവർ അവിടെ ക്യാഷ് ഉണ്ടാക്കുകയും പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്ത് അവർ ക്യാഷ് ഉണ്ടാക്കുകയും ചെയ്യും. ഓക്കെ, അപ്പം ഈ ഒരു സംഭവം പറഞ്ഞല്ലോ. പോർട്ട്ഫോളിയോ നഷ്ടത്തിലാണ് ഊരാനുള്ള വഴി എന്നുള്ള കണ്ടൻറ്റാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളിങ്ങനെ കുറേ ഒരു N1ലും N2ലും N3ലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് ഇവിടെ നിങ്ങളൊരു കോർപ്പസ് ഉണ്ടാക്കി. അപ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് കയറുന്നുണ്ടാവും. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറേ സ്ക്രിപ്റ്റ് ഉണ്ട്, കുറേ സ്റ്റോക്കുകളുണ്ടെന്ന് വിചാരിച്ചു. സ്റ്റോക്ക് 1, സ്റ്റോക്ക് 2, സ്റ്റോക്ക് 3, സ്റ്റോക്ക് 4, സ്റ്റോക്ക് 5, സ്റ്റോക്ക് 6, ഇങ്ങനെ 10 ഉണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. 10 സ്റ്റോക്ക് ഉണ്ടെന്ന് വിചാരിച്ചു. ആദ്യം സ്റ്റോക്ക് 1ൽ കയറാം. സ്റ്റോക്ക് 1ൽ നിങ്ങളുടെ ഒരു ലോസ് എന്ന് പറയുന്നത് 4000 രൂപയാണ് എന്ന് വിചാരിച്ചു. ഇതിന് ഒരു 3000 രൂപ ലോസ് ഉണ്ട്, ഇതിന് ഒരു 7000 രൂപ ലോസ് ഉണ്ട്. ഇതിന് ഞാൻ റീറ്റെയിലേഴ്സിൻ്റെ കണ്ണിൽ കൂടെയാണ് പറയുന്നത് കേട്ടോ. അതാണ് ചെറിയ ഫിഗർ പറഞ്ഞത്. ഓക്കെ, ഈ സ്റ്റോക്ക് 4-ന് ഒരു 10000 രൂപ ലോസ് ഉണ്ട്. 5-ന് ഒരു 5000 രൂപ ലോസ് ഉണ്ട്. നമ്മുടെ പല സ്ട്രാറ്റജികളും അനുസരിച്ചെടുത്ത സ്റ്റോക്കാണ്, ഭയങ്കര ലോസ് വരാൻ സാധ്യത കുറവാണ്. ഓക്കെ, അത് പോട്ടെ. ഇതിനൊരു 2000 രൂപ ലോസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വിചാരിച്ചു, ഓരോ സ്റ്റോക്കിനും ഓരോന്നാണ് ലോസ് എന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ N1ഉം N2ഉം കൂടെ വെച്ച് നോക്കുമ്പം ഇത് രണ്ടും കൂടെ ഒരു 4500 രൂപയുടെ പ്രോഫിറ്റ് ഉണ്ട്. N1ലെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് N2വിലെ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ് പ്രോഫിറ്റ്? 4500 കേട്ടോ. 4500 പ്രോഫിറ്റ് ഉണ്ട്. ഇതിന് 4500 പ്രോഫിറ്റ് ഉണ്ട്. S1ന് 4000 രൂപ ലോസ് ഉണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ N1ഉം N2ഉം വിൽക്കുക. ഇത് രണ്ടും വിറ്റു, സെൽ. ഇത് രണ്ടും നമ്മൾ സെല്ല് ചെയ്തു. S1ഉം വിൽക്കുക, ഇത് നമ്മൾ സെല്ല് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്ന 500 രൂപ നിങ്ങൾക്ക് നെറ്റ് പ്രോഫിറ്റ് ഉണ്ട്. അത് നിങ്ങൾക്ക് ചിലവുണ്ടല്ലോ, ബ്രോക്കറേജ്, ടാക്സ് കാര്യങ്ങൾ. അപ്പോൾ അത് കൂട്ടുന്നില്ല. നമ്മൾ ഇവിടെ ഈ കൗണ്ടറുകളിൽ നിന്ന് ഒഴിവായി. N1ൽ നിന്നുള്ള ക്യാഷ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട്, നിങ്ങളുടെ ഡിമാറ്റിൽ വന്നു. N2വിൽ നിന്നുള്ള ക്യാഷ് നിങ്ങളുടെ ഡിമാറ്റിൽ വന്നു. S1ൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത ക്യാഷ് നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ വന്നു. സോ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ കുറച്ച് ക്യാഷായിപ്പോൾ എന്തായി? നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ കുറച്ച് ക്യാഷായി. ഈ S1 വിത്തൗട്ട് ലോസ് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ നിന്ന് ഒഴിവായി. S1 വിത്തൗട്ട് ലോസ് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ നിന്ന് ഒഴിവായി. ക്ലിയർ ആയില്ലേ? ഇനി N1ൽ പിറ്റേ ദിവസം, അന്നത്തെ ദിവസം ഇൻവെസ്റ്റ് ചെയ്യരുത്. അന്നത്തെ ദിവസം N1ൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. പിറ്റേ ദിവസം നിങ്ങൾ വീണ്ടും N1ൽ 10000 രൂപ ഇട്ടു. 10000 രൂപ ഇട്ടു, 10K. പിന്നെ കൗണ്ടറുകൾ കാര്യങ്ങൾ വരും. സ്റ്റോക്കിൽ ഇനി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ് ആയിട്ട് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് S7 എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക് കിട്ടി. നിങ്ങൾക്ക് വളരെ ക്ലിയറാണ്. ഇപ്പം ഞാൻ വേറെ ഒരു സോനാകോം എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക് കാണിച്ചില്ലേ? അപ്പോൾ ആ ഒരു സ്റ്റോക്കിൻ്റെ കാര്യം ഞാനിപ്പോൾ പറഞ്ഞില്ലേ? അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ നിങ്ങൾക്ക് എന്തായി? S7 എന്ന് പറയുന്ന സ്റ്റോക്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു എൻട്രി കിട്ടി. അതിന് പ്രോപ്പറായിട്ട് സ്റ്റോപ്പ് ലോസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ആ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഈ ട്രേഡ് എടുക്കാം. ഇനി നിങ്ങൾ ട്രേഡ് എടുക്കുമ്പോൾ നിങ്ങൾ കുറച്ച് പക്വതയുണ്ടാവും. എന്നിട്ട് ഈ ട്രേഡ് എടുക്കുക.
കേട്ടോ. എന്നിട്ട് ഇത് പ്രോഫിറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നു. ബുക്ക് പ്രോഫിറ്റ് ഇവിടെ S2 എന്ന് പറയുന്ന സ്റ്റോക്കിൽ 3000 രൂപ ലോസ് ഉണ്ട്. നിങ്ങളുടെ ദൈവം സഹായിച്ച് നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന പ്രോഫിറ്റ് ഒരു 3000-ന് മുകളിലാണ് എങ്കിൽ 3K എബോ ആണ് എങ്കിൽ എന്ത് ചെയ്യുക, ഈ S2 വിൽക്കുക, ഈ S7 വിൽക്കുക. വീണ്ടും നിങ്ങളുടെ കയ്യിൽ ഫണ്ട് എത്തി. നിങ്ങളുടെ കയ്യിൽ ഫണ്ട് വരിക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് മാർഗ്ഗം. ഈ പെട്ട് കിടക്കുന്നതിൽ നിന്നും നിങ്ങൾക്ക് ഊരുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് മാർഗ്ഗം. S2വിൽ നിന്നും നിങ്ങൾ റിലീസായി. ഇനി S7 എന്ന് പറയുന്ന ഈ കൗണ്ടറിൽ നിങ്ങൾക്ക് ലോസ് ആണ് വരുന്നത്. S7 എന്ന് പറയുന്ന ഈ കൗണ്ടറിൽ ഈ സ്റ്റോക്കിൽ ലോസ് ആണ് വരുന്നത്. 3000 രൂപ ലോസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ N3യിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലേ, N4ൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഇത് വിറ്റ് ആ ലോസ് മാറ്റിയതിന് ശേഷം പിറ്റേ ദിവസം വീണ്ടും 10K വെച്ചിട്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും അത് താഴേക്ക് വരുമ്പോൾ ആവറേജ് ചെയ്യുകയും താഴേക്ക് വന്നില്ല എങ്കിൽ ഒന്നും ചെയ്യാതിരിക്കുകയും മറിച്ച് N5 എന്ന് പറയുന്ന കൗണ്ടറോ ഇനി N1 N2വിലൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാണ്ട് ആ കൗണ്ടറുകളിലോ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുക. മനസ്സിലായില്ല? ഇങ്ങനെ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ നിന്ന്, അതായത് ലോസ് ഉള്ള പോർട്ട്ഫോളിയോയിൽ നിന്ന് നിങ്ങൾക്ക് ഊരിക്കൊണ്ട് വരണം. ഇത് വന്നേ പറ്റൂ. ഇത് കാലാകാലങ്ങളിൽ ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ്. പഴയ മാർക്കറ്റല്ല, ഇപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് പ്രോബ്ലങ്ങളുണ്ട്. റീറ്റെയിലേഴ്സിനെ പെടുത്താൻ വേണ്ടിയിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട്. പണ്ടത്തെ മാർക്കറ്റ് പോകുന്ന പോലെയല്ല ഇപ്പോൾ സ്റ്റോക്കുകൾ പോകുന്നത്. പണ്ട് നമുക്ക് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നല്ല പ്രോഫിറ്റുകൾ കിട്ടിക്കൊണ്ടിരുന്നിടത്ത് ഇപ്പം 10-50% നല്ല സ്റ്റോക്കുകൾ തന്നെ തലയും കുത്തി താഴേക്ക് പോവുകയാണ്. പല കാരണങ്ങൾ പറഞ്ഞാണ് പോകുന്നത്. പണ്ട് ഇത്തരം കാരണങ്ങളുണ്ടെങ്കിലും പെന്നി സ്റ്റോക്കുകളും ചെറിയ കമ്പനികളും ഒക്കെയാണ് അങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. വലിയ ലാർജ് ക്യാപ്പൊന്നും അങ്ങനെ പോകുന്നില്ലായിരുന്നു. ഇപ്പോൾ അങ്ങനെയുള്ള കമ്പനികൾ, ഇപ്പോൾ ബജാജ് ഫിനാൻസ് ഒക്കെ ചാർട്ട് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതെല്ലാം അങ്ങനെ പോകുന്നുണ്ട്. വലിയ കമ്പനിയല്ലേ, നിഫ്റ്റി 50യിലുള്ള കമ്പനിയല്ലേ, എല്ലാം പോകുന്നുണ്ട്. റിലയൻസും HDFC ബാങ്കും അതൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ കുറച്ച് ഡിഫൻസിൽ പെടുന്ന പോലെയാണ് ആ കമ്പനികൾ, വലിയ കമ്പനികൾ. അതും താഴേക്ക് പോകുന്നൊക്കെയുണ്ട്. എന്നാലും ഒരുപാട് മ്യൂച്വൽ ഫണ്ടിൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഒരു പരിധി കൂടുതൽ പോകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, പോർട്ട്ഫോളിയോ പെട്ടാൽ നമ്മൾ ഊരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കല നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകുകയും നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ഫർദർ ഇനി പെടാതിരിക്കുകയും ചെയ്യും. ഈ സംഭവം നിങ്ങൾ മനസ്സിലായി ഫർദർ പെടാതിരിക്കുകയും ചെയ്യും. അപ്പം മാർക്കറ്റ് ജനുവരി 1 ഫിഗർ നോക്കിയിട്ട് അതിൻ്റെ താഴേക്ക് ഉള്ള ഫിഗറുകളിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുക. അതിൻ്റെ താഴേക്ക് എത്ര വേണമെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ്, അതിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ കുറച്ച് കോഷ്യസായി ഇൻവെസ്റ്റ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. സ്റ്റോപ്പ് ലോസ് കാര്യങ്ങൾ ഒക്കെ വെക്കുക. പിന്നെ കുറേയൊക്കെ മാർക്കറ്റ് നല്ല മുകളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാരത് ബോണ്ട് പോലെയുള്ള സംഭവങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ താഴെ നിങ്ങൾക്ക് പല സ്റ്റോക്കുകളും മുകളിലേക്ക് പോകുന്നുണ്ടാകും, നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാകും. ആ പ്രോഫിറ്റുകൾ ബുക്ക് ചെയ്യുകയും കുറേയൊക്കെ ബുക്ക് ചെയ്യുക, എല്ലാം ബുക്ക് ചെയ്യാനൊന്നും പറയുന്നില്ല, ലോങ് ടൈമിലേക്ക് ഇടേണ്ടവർ ഇടുക. എന്നിട്ട് ഭാരത് ബോണ്ട് പോലെയുള്ള ബോണ്ടുകളിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് റിസർവ് മണി ഉണ്ടാക്കി വെക്കുക. എല്ലാ കമ്പനികൾക്കും റിസർവ് മണിയുണ്ട്. RBIക്ക് റിസർവ് ഫണ്ടുണ്ട്, റിസർവ് ഗോൾഡ് ഉണ്ട്. ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് റിസർവ് ഗോൾഡ് ഈയിടെയൊക്കെ ന്യൂസിൽ വായിച്ച് കാണും അല്ലേ, എത്രയോ ടണ്ണാണല്ലേ, 400 ടണ്ണോ കണ്ട് ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പം റിസർവ് ഫണ്ടുകൾ, റിസർവ് ഗോൾഡുകൾ എല്ലാം രാജ്യത്തിനുമുണ്ട്. എല്ലാ കമ്പനിയും നല്ല കമ്പനികൾക്കൊക്കെ ഉണ്ട്. റിസർവ് എന്ന് പറഞ്ഞ് സ്ക്രീനറിൽ ഒരു കോളം തന്നെ കാണാൻ പറ്റും. എന്തുകൊണ്ട് നമുക്കില്ല? നമുക്കും വേണം അത് അനുയോജ്യമായ സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്, ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഫണ്ട് സൂക്ഷിക്കേണ്ടത് എന്തിലാണ്? ഭാരത് ബോണ്ട് പോലെയുള്ള ബോണ്ടുകളിലാണ്. മാർക്കറ്റിൽ അവൈലബിൾ ആണ്, നമുക്ക് മേടിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ലാഭം മാത്രം ഉണ്ടാക്കാം എന്നുള്ള സെഗ്മെൻറ്റാണ് നമ്മുടെ ലാസ്റ്റത്തെ. ആ സെഗ്മെൻറ്റും നഷ്ടത്തിലായ സ്റ്റോക്ക് ഊരാനുള്ള വഴിയുമാണ് നിങ്ങളിപ്പോൾ പഠിച്ചത്. ഇപ്പോൾ നഷ്ടത്തിലായത് ഊരാൻ ക്ലിയറായിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി ലാഭം മാത്രം ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ ആ ഒരു സബ്ജക്റ്റിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ അതിൽ നമ്മുടെ മെജോറിറ്റി ക്യാഷും നല്ല ETF-കളിലും നല്ല മ്യൂച്വൽ ഫണ്ടുകളിലുമാണ് വേണ്ടത്. എസ്പെഷ്യലി നിഫ്റ്റി 50യുമായിട്ട് ബന്ധപ്പെട്ട മ്യൂച്വൽ ഫണ്ടുകളിലും. അപ്പോൾ ഞാൻ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന അതുപോലത്തെ ഫണ്ടുകളാണ്. അപ്പം ഈ ഫണ്ടുകളിലും അതുപോലെ തന്നെ ETF-ലുമാണ് വേണ്ടത്. നമ്മുടെ ക്യാഷിൻ്റെ ഒരു 50% നമ്മൾ അലോക്കേറ്റ് ചെയ്യേണ്ടത് ഇവിടെയാണ്. ഇതാണോ എല്ലാവരും ചെയ്യുന്നത്? എല്ലാവരും ഇങ്ങനെയാണോ ചെയ്യുന്നത്? 50% ഇവിടെ അലോക്കേറ്റ് ചെയ്തു, 50% നിങ്ങൾ പുറത്ത് സ്റ്റോക്സിൽ അലോക്കേറ്റ് ചെയ്തു. സ്റ്റോക്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റോക്സ്, പെന്നിയോ, എല്ലാത്തിലും അത് ചെയ്യണ്ട. ഓക്കെ, ഞാൻ ഇപ്പം വീഡിയോ ഒരുപാട് ലെങ്തി ആയതുകൊണ്ട് ഈ സബ്ജക്റ്റ് ഭയങ്കരമായിട്ട് പോകുന്നില്ല. എന്നാൽ ലാഭം മാത്രം ഉണ്ടാക്കാമെന്നുള്ളത് ഇതിൽ കണ്ടൻറ്റായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അതിലേക്കാണ് വരുന്നത്. അതിലാദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? 50%
നിഫ്റ്റി 50യുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇ ടി എഫുകൾ ചെയ്യുക. പിന്നെ നിഫ്റ്റി 50യുടെ പുറത്ത് ചെയ്യാം കേട്ടോ. മൊമെൻറ്റം 200, മൊമെൻറ്റം 30 അങ്ങനെയുള്ള ഒരുപാട് ഇതുണ്ട്. ആൽഫ പോലെയുള്ള ETF ഉണ്ട്. അതിൽ ചെയ്യാം, തെറ്റൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, അതിൽ ചെയ്യാം. എസ്പെഷ്യലി ഈ നിഫ്റ്റി 50യുമായിട്ട് ബന്ധപ്പെട്ട നിഫ്റ്റി ബീസ്, നെക്സ്റ്റ് 50, ജൂനിയർ ബീസ് ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട ETF ചെയ്യുക. പിന്നെ കുറച്ച് മിഡ് 150 പോലെയുള്ള ETF ചെയ്യുക കേട്ടോ. അപ്പം 50% നമ്മൾ ഇവിടെ വെച്ചിരിക്കണം, പൈസ ഇവിടെ വെച്ചിരിക്കണം. 50% സ്റ്റോക്കുകളിലാണെങ്കിൽ ഈ സ്റ്റോക്കുകളിൽ ലോസ് കൂടാനുള്ള സാധ്യത കൂടുതലാണ്. ഇവിടെ ലോസ് കൂടാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ഈ 50% ഇതിൽ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രോഫിറ്റ് ഏകദേശം ഒരു 50,000 രൂപ ഒരു പ്രോഫിറ്റിൽ റൺ ചെയ്യുന്നു എന്ന് വിചാരിച്ചു. 50K സ്റ്റോക്കിൻ്റെ നിങ്ങളുടെ ലോസ് എന്ന് പറയുന്നത് ഒരു 75,000. ഞാൻ വേസ്റ്റ് സിനാരിയോ ഒക്കെയാണ് പറയുന്നത് കേട്ടോ. 75,000 സ്റ്റോക്ക് റൺ ചെയ്യുന്നു. അപ്പോൾ ഇത് വിറ്റ് കഴിഞ്ഞാൽ ടാലി ആവില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്റ്റോക്കുകൾ ഒരു 15 സ്റ്റോക്കുകളുണ്ട് എന്ന് വിചാരിച്ചു, 15 എണ്ണം ഉണ്ട് എന്ന് വിചാരിച്ചു. ഇതിൽ ഓരോ സ്റ്റോക്കുകൾ വിൽക്കത്തില്ല. ഇപ്പോൾ ഒരു സ്റ്റോക്കിൻ്റെ ലോസ് എത്രയാണ്? ഒരു സ്റ്റോക്കിൻ്റെ ലോസ് 3,000 രൂപയാണ്. ഓക്കെ, ആ സ്റ്റോക്ക് വിൽക്കുക. നിങ്ങൾക്ക് ഓൾറെഡി പ്രോഫിറ്റിലാണ് ETF ഉള്ളത്. അപ്പം ഇതിൽ നിന്ന് 3,000 ലോസ് വരുന്ന രീതി, 3,000 3,500 പ്രോഫിറ്റ് കേട്ടോ, പ്രോഫിറ്റ് വരുന്ന രീതിയിൽ വിൽക്കുക. ഇത് രണ്ടും അങ്ങനെ വിൽക്കുക. അപ്പോൾ ഒരു സ്റ്റോക്കിൽ നിന്ന് റിലീസായി ഒരു ETF നമ്മൾ വിറ്റ് കഴിഞ്ഞു. അത് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് വാങ്ങാൻ പറ്റും, ഇടിയുമ്പോഴോ അല്ലെങ്കിൽ അത് നോക്കിയും കണ്ടും വാങ്ങുക കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് 50,000 പ്രോഫിറ്റ് ഉണ്ടായിരുന്നത് 46,500 കുറഞ്ഞു, പ്രോഫിറ്റ് ആയിട്ട് കുറഞ്ഞു. എന്നാൽ ഇവിടെ 3,000 രൂപ ലോസ് ഉണ്ടായിരുന്നത്, ആ ലോസിൽ നിന്ന് നമ്മൾ റിക്കവർ ചെയ്തിട്ട് ഇവിടെ 75K ലോസ് ഉണ്ടായിരുന്നത് 72K ലോസായിട്ട് കുറഞ്ഞു. ഈ സാധനം ചെയ്യുന്നത് കൊണ്ട് നഷ്ടത്തിൽ നിന്ന് ഊരാനും പറ്റും. മാത്രവുമല്ല സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ലാഭം ഉണ്ടാക്കാനായിട്ടും സാധിക്കും. അപ്പോൾ ഈ സാധനം ചെയ്താലാണ് നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. അല്ലാതെ ഉള്ള പൈസ മൊത്തം കൊണ്ടുപോയിട്ട് ഇവിടെ കൊണ്ടുപോയി മാർക്കറ്റിൽ കൊണ്ടുപോയി ഇടുകയല്ല ചെയ്യേണ്ടത്. അതുപോലെ നല്ല നല്ല മ്യൂച്വൽ ഫണ്ടുകളിൽ ഇങ്ങനെയൊക്കെ ലാഭവും കാര്യങ്ങളും നിങ്ങൾ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ലാഭ പൈസയും മുതലും എല്ലാം എടുത്തിട്ട് കുറേ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് എ മസ്റ്റ്. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് എ മസ്റ്റ്. ETF ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് എ മസ്റ്റ്. അത് രണ്ടും കഴിഞ്ഞിട്ട് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് മതി. ഇതിന് ചെയ്യുമോ? ചെയ്യാൻ ശ്രമിക്കൂ. അതുപോലെ തന്നെ 200 EMIയുടെ സാധനം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ താഴെ കിട്ടുമ്പോൾ അഗ്രസീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, ലാഭം ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ ജനുവരി 1-ാം തീയതിയുള്ള പ്രൈസിങ് നോക്കുക. അതിൻ്റെ താഴെ നിങ്ങൾക്ക് ഡിസ്കൗണ്ടിലേക്ക് വരില്ലെന്നല്ല, വരും കേട്ടോ. അതിൻ്റെ താഴേക്കൊക്കെ മാർക്കറ്റ് വരും. അപ്പോൾ ആ സമയങ്ങളിൽ ഇതറിയാവുന്നതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവിടെ ചെയ്യും, നമ്മളും അവിടെ ചെയ്യാം, നമ്മളും അഗ്രസീവായിട്ട് അവിടെ ചെയ്യും. ഇതിന് മുകളിലേക്ക് പ്രൈസ് വരുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നല്ല, കോഷ്യസ് ആകുക കേട്ടോ. കുറച്ച് ഫണ്ട് റിസർവിലേക്കൊക്കെ മാറ്റി വെക്കേണ്ട സമയമാണ്. അങ്ങനെ താഴേക്ക് വരുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാം, മുകളിലേക്ക് വരുമ്പോൾ കുറച്ചൊക്കെ റിസർവിലേക്ക് മാറ്റി വെക്കുക. അപ്പോൾ നമുക്ക് താഴേക്ക് വരുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പൈസ കിട്ടും. അപ്പോൾ ഇത്രയും ട്രിക്കുകൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ നിങ്ങൾക്ക് ലാഭമായിരിക്കും. വളരെ പ്ലാൻ ചെയ്ത് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള സബ്ജക്റ്റുകൾ എന്തൊക്കെയാണെന്ന് കമൻറ്റും കൂടെ ചെയ്യുക. അപ്പോൾ എനിക്ക് അടുത്ത വീഡിയോ ചെയ്യാൻ കണ്ടൻറ്റ് ഏതാണെന്ന് മനസ്സിലാവും. ലൈക്ക് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.